അവസാനം ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെച്ച് കഴിഞ്ഞു. ശമ്പള പരിഷ്കരണം ഓരോ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ജീവനക്കാരുടെ ഏറ്റവും വലിയ ആവേശമാണ്. അങ്ങനെ ശമ്പള പരിഷ്കരണ കമ്മീഷനെ വയ്ക്കാൻ തീരുമാനമായി. അത് 8ാം ധനകാര്യ ശമ്പള കമ്മീഷനാണ് വയ്ക്കാൻ തീരുമാനമായിട്ടുള്ളത്. 2014 7ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ വന്നത്. അത് 2016 ജനുവരി 1 മുതൽ നടപ്പിലാക്കി. 2014 വന്നു. അത് 2 വർഷം കഴിഞ്ഞ് എൻ്റെ റിപ്പോർട്ടൊക്കെ വന്ന് 18 മാസം കൊണ്ട് റിപ്പോർട്ട് വന്നു. 2016 ജനുവരിയിൽ നടപ്പിലാക്കി. 10 വർഷത്തിലൊരിക്കലാണ് കേന്ദ്രത്തിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത്. അങ്ങനെ 8ാം ധനകാര്യ ശമ്പള പരിഷ്കരണ കമ്മീഷൻ പുറത്തുവച്ചു കഴിഞ്ഞു. തത്വത്തിൽ കമ്മീഷൻ അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനം കേന്ദ്ര മന്ത്രിസഭ എടുത്തിട്ടുണ്ട്. ജസ്റ്റിസ് രഞ്ജന ദേശായിയാണ് 2024 ഇതിനെ സംബന്ധിച്ച് പഠനം നടത്തുവാനൊക്കെ ആയിട്ട് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാനായിട്ട് വച്ചത് ജസ്റ്റിസ് രഞ്ജന ദേശായിയാണ്. രാജ്യത്തെ 50 ലക്ഷത്തോളം വരുന്ന നിലവിൽ പ്രവർത്തിക്കുന്നവർക്കും 69 ലക്ഷത്തിലധികം വരുന്ന പെൻഷൻ പറ്റിയവർക്കും ഏകദേശം 1,19,00,000 ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടുന്ന നിലയിൽ വലിയ തോതിലാണ് പെൻഷൻ പരിഷ്കരണം വരുന്നത്. അപ്പോൾ ആ തരത്തിൽ അശ്വനി വൈഷ്ണവ് എന്ന് പറയുന്ന റെയിൽവേയുടെ വകുപ്പ് കൂടെ ചുമതല വഹിക്കുന്ന അശ്വനി വൈഷ്ണവാണ് ഈ വിവരം പത്രക്കാരോട് പറഞ്ഞത്. അങ്ങനെ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുകയാണ് 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ. അപ്പോൾ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. ശമ്പള സ്കെയിലിൽ വലിയ മാറ്റമുണ്ടാകും. അതിനനുസരിച്ച് ആനുകൂല്യം ഉണ്ടാകും. അതുപോലെ തന്നെ കഴിഞ്ഞ ജൂലൈ 31 മുതലുള്ള DA കൊടുക്കാനും തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ DA തീരുമാനമായി. അതിപ്പോൾ ജൂലൈ 31 ജൂലൈയിൽ കൊടുക്കാൻ തീരുമാനമായാൽ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആകുമ്പോൾ 4-5 മാസത്തെ DAയും കിട്ടും. ശമ്പള പരിഷ്കരണം കണക്കനുസരിച്ചാണെങ്കിൽ 2016 ജനുവരി 1 വന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ 10 വർഷത്തിലൊരിക്കൽ തീരുമാനം വരേണ്ടതുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ 18 മാസം കൊണ്ട്, അപ്പോൾ ഇനി 18 മാസം എന്ന് പറയുമ്പോൾ 25 ആയി. 26 ജനുവരി 1 ആവാൻ 18 മാസം ഇല്ല. പക്ഷേ ഇതിൻ്റെ പഠനങ്ങളൊക്കെ നേരത്തെ നടത്തി കാണും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജനുവരി 1 മുതൽ നടപ്പിലാക്കുമോ അതോ കുറച്ചുകൂടെ നീളുമോ? എന്തായാലും 18 മാസക്കാലമാണ് ഈ ശമ്പള കമ്മീഷൻ്റെ കാലാവധിയായി വച്ചിരിക്കുന്നത്. അപ്പോൾ 2026 ജനുവരി 1 ഇത് കൊടുക്കുമോ അതോ കുറച്ചുകൂടി നീളുമോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും കേരളത്തിലെ വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർ, അത് രാജ്യത്തെയും കേരളത്തിലെയും ഈ 50 ലക്ഷത്തിൽ നല്ലൊരു ശതമാനം കേരളത്തിലുമുണ്ടല്ലോ, അവർക്ക് വലിയൊരു ആശ്വാസവും അവർക്ക് വലിയ സന്തോഷവും ആനന്ദവും നൽകുന്നതാണ് അടുത്ത ശമ്പള പരിഷ്കരണ കമ്മീഷൻ വന്നിരിക്കുന്നത്. അപ്പോഴും കേരളത്തിൽ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതിനിടയിലാണ് വിവാദങ്ങൾ ഒന്നൊഴിയാതെ ഗവൺമെൻറ്റിനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ശബരിമല തലവേദനയായി, മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു വന്നു. ഇപ്പോൾ PM ശ്രീയിലേക്ക് ഉടക്കി നിൽക്കുകയാണ്. PM ശ്രീ ഏകദേശം ഇന്ന് പരിഹരിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം മന്ത്രിമാരെല്ലാം മന്ത്രിസഭയിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് താൽക്കാലികമായ ഒരു വെടിനിർത്തൽ വരികയാണ്. പക്ഷേ താൽക്കാലിക വെടിനിർത്തലേ ആയിട്ടുള്ളൂ. ബാക്കി വെടികൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. കാരണം എളുപ്പമല്ല PM ശ്രീ ഇന്ന് മാറുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ എങ്ങനെ വരുമെന്ന് വരുന്ന ദിവസങ്ങളിൽ അറിയാൻ കഴിയുകയുള്ളൂ. അതുമായി ബന്ധപ്പെടുത്തി പോകുമ്പോൾ ഈ പറയുന്ന വിഷയങ്ങൾ കൂടുതൽ എങ്ങനെ വരുമെന്നറിയില്ല. കേരളത്തിൽ DA 8 പ്രാവശ്യത്തെ DA കൊടുക്കാനുണ്ട്. ശമ്പള പരിഷ്കരണ കമ്മീഷനെ വച്ചിട്ടില്ല. പങ്കാളിത്ത പെൻഷൻ വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുന്നു. ലീവ് സറണ്ടറിൻ്റെ വിഷയങ്ങളുണ്ട്. ഒരുപാട് വിഷയങ്ങൾ കേരളത്തിൽ സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ പരിഹാരം ഉണ്ടാകും എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത്. പക്ഷേ ആ പരിഹാരം എങ്ങനെ, എപ്പോൾ, എവിടെ എന്ന് തീരുമാനിക്കാൻ ഗവൺമെൻറ്റിന് ഒരു ശ്വാസം വിടാൻ സമയമില്ല. കാരണം അവരുടെ പ്രഷർ വളരെ കൂടി നിൽക്കുകയാണ്. പൊളിറ്റിക്കൽ സമ്മർദ്ദത്തിൽപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവപരമായ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഗവൺമെൻറ് നിൽക്കുന്നത്. മന്ത്രിമാർ തന്നെ നാലുപാടും തെറ്റിയോടുകയും അവർ പരസ്പര വിശ്വാസമില്ലാതെ പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം പോലും എങ്ങനെ എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൽ, രാഷ്ട്രീയ ബോംബിൽ നിൽക്കുന്ന കേരളത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വരുന്ന ദിവസങ്ങളിലാണ് തീരുമാനമുണ്ടാകേണ്ടത്. അങ്ങനെ തീരുമാനമുണ്ടാകുമ്പോഴാണ് ശമ്പള പരിഷ്കരണത്തെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങൾ. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നവംബർ പകുതിയാകുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അതിനിടയിൽ ഈ ആനുകൂല്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചില്ലെങ്കിൽ പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊന്നും പ്രഖ്യാപിക്കാനാവില്ല. അത് കഴിഞ്ഞാൽ ഡിസംബർ കഴിഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ബാക്കി പ്രഖ്യാപിക്കണം. അല്ലെങ്കിൽ ബഡ്ജറ്റിലെല്ലാം പ്രഖ്യാപിക്കണം. പക്ഷേ അതിനുള്ള സമയമുണ്ടോ എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ കേന്ദ്രത്തിൽ നോക്കൂ, 18 മാസം എടുത്തിട്ടാണ് ഒരു റിപ്പോർട്ട് വരുന്നത്. കേരളത്തിൽ അങ്ങനെ എടുക്കാൻ 10-18 മാസം അല്ലെങ്കിൽ 10 മാസമെങ്കിലും 1 വർഷമെങ്കിലും എടുക്കാൻ സർക്കാരിൻ്റെ മുന്നിൽ ദിവസങ്ങളില്ല, മാസങ്ങളില്ല എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയാണ്. എന്തായാലും 2016 വന്നിട്ടുള്ള ജനുവരി 1 നടപ്പിലാക്കിയ 7ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ബാക്കി പത്രമായി 2026 അല്ലെങ്കിൽ 27
തീർച്ചയായിട്ടും 26 പകുതിയിലോ അല്ലെങ്കിൽ 27-ലോ 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ കേന്ദ്രത്തിൽ വന്ന് നല്ല പണം കൊടുക്കുക. അപ്പോൾ അതനുസരിച്ചുള്ള പെൻഷൻ ആനുകൂല്യങ്ങളും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം കിട്ടും. അത് പിന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ മന്ത്രിസഭ തത്വത്തിൽ അംഗീകരിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജസ്റ്റിസ് രഞ്ജന ദേശായിയാണ് അത് നോക്കുന്നത്. അവരൊരു വലിയ കമ്മിറ്റിയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്താണ് ഇനി സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുക? ഇനി കേരളത്തിൻ്റെ സർക്കാരിന് ആവശ്യമായ 2-3 പ്രതിസന്ധികളുണ്ട്. ഒന്ന്, സാമ്പത്തിക പ്രതിസന്ധിയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുന്നത്. കോടിക്കണക്കിന് രൂപ ആവശ്യമുണ്ട് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയാൽ ഉടനെ കൊടുക്കാൻ. അപ്പോൾ അത്രയും കോടി രൂപയുടെ ആവശ്യമുണ്ട്. കോടാനുകോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത വരും. അതുപോലെ തന്നെ DA കൊടുക്കാൻ വലിയ DA തന്നെ ഇപ്പോൾ കൊടുക്കാൻ കഴിയാതെ നിൽക്കുന്നു. അത് PF-ൽ ലയിപ്പിക്കണോ കൊടുക്കണോ എന്നുള്ള സംവിധാനമുണ്ട്. പിന്നെ ഒരു കൺഫ്യൂഷൻ കേരളത്തിലുള്ളത്, ശമ്പള പരിഷ്കരണ കമ്മീഷനെ വയ്ക്കണമോ കമ്മിറ്റിയെ വയ്ക്കണമോ? 2 നിർദ്ദേശവും സർക്കാരിൻ്റെ മുന്നിലുണ്ട്. ധനകാര്യ വകുപ്പാണ് കൃത്യമായി തീരുമാനമെടുക്കേണ്ടത്. അത് കമ്മിറ്റിയെ വയ്ക്കാനാണ് സാധ്യത കൂടുതലെന്നാണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ, റിപ്പോർട്ട് ചെയ്ത് വരികയാണെങ്കിൽ, കമ്മീഷൻ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിങ്ങനെ ഇത്രയും അനാമലികളും കാര്യങ്ങളും? അപ്പോൾ ഇപ്പോൾ DA എല്ലാം കൂടി മെർജ് ചെയ്ത് അതിലൊരു തുക കണക്കാക്കി ആ തുകയ്ക്ക് അനുസരിച്ചുള്ളൊരു ശമ്പള സ്കെയിലൊക്കെ കൊണ്ടുവന്നാൽ പോരെ എന്നൊരു ചോദ്യമുണ്ട്. സാധാരണ അങ്ങനെ തന്നെയാണൊക്കെ വരുന്നത്. കാരണം DA കൊടുക്കുന്ന അനുസരിച്ച് എത്ര വരും, അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമൊക്കെ വരികയുള്ളൂ. അപ്പോൾ വളരെ വലിയ പണമൊന്നും വരത്തില്ല വ്യത്യാസം, എന്നാൽ ചെറിയ വ്യത്യാസം വരും. അത്തരത്തിലുള്ളൊരു വ്യത്യാസമൊക്കെ വരുത്തി കൊടുത്താൽ പോരെ എന്നുള്ളൊരു ഒരു എന്താണ് ഒരു പാറ്റേൺ ഉണ്ടാക്കി, ഒരു സ്ലാബ് ഉണ്ടാക്കി കൊടുത്താൽ പോരെ എന്നുള്ളതാണ് കേരള സർക്കാർ ചിന്തിക്കുന്നത്. ധനകാര്യ വകുപ്പ് അങ്ങനെ ചിന്തിക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോഴും പക്ഷേ ഈ സ്ലാബ് ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങൾക്ക് മന്ത്രിമാർക്കൊന്ന് അടങ്ങിയിരുന്ന് ചെയ്യാൻ പൊളിറ്റിക്കലായി ഇപ്പോൾ കഴിയാത്തൊരു രാഷ്ട്രീയ സ്കെയിൽ ശരിയല്ല. രാഷ്ട്രീയ ചൂട് മാറി നിൽക്കുകയാണ്. ഇതൊന്ന് തണുത്താൽ മാത്രമേ മന്ത്രിമാർക്കൊക്കെ ഇതിൻ്റെ ഒരു ഹോംവർക്ക് ചെയ്യാനും സെക്രട്ടറിമാർക്കും എല്ലാം കഴിയുകയുള്ളൂ. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം, PM ശ്രീയിൽ റാണി ജോർജ് കത്തയക്കുകയും വാസുകി IAS ഒപ്പിടുകയൊക്കെ ചെയ്തപ്പോൾ അത് IASകാർക്കിടയിലും സെക്രട്ടേറിയറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പുകൽ ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഇനി സെക്രട്ടറിമാരും IASകാരും ഒക്കെ വളരെ സൂക്ഷിച്ചായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ചെന്ന് പെട്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളിൽ. പല വനിതാ IASകാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ പലപ്പോഴും പെടുന്നുണ്ട്. നേരത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു IASകാരി ഇതുപോലൊരു ഉത്തരവിറക്കി പെട്ടു. നിങ്ങൾ ഉത്തരവുകൾ ഇറക്കുമ്പോൾ കുറേ കൂടി ഹോംവർക്ക് ചെയ്ത് എല്ലാ ഉത്തരവുകളും സർക്കാർ പറയുന്നത് അതുപോലെ അനുസരിച്ച് ചെയ്യലല്ല. മന്ത്രിമാരും മുഖ്യമന്ത്രിയും പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഒപ്പിട്ട് കൊടുക്കലല്ല നിങ്ങളുടെ ജോലി. നിങ്ങൾ കൃത്യമായി ഡിസെൻ്റ് നോട്ട് എഴുതേണ്ടത് ഡിസെൻ്റ് നോട്ട് എഴുതി, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എഴുതേണ്ടത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എഴുതി, ആവശ്യമായ വിവരങ്ങൾ കിട്ടി മാത്രമേ നിങ്ങൾ ഉത്തരവുകൾ ഇറക്കാവൂ. ഈ വിഷയം ഞാനിപ്പോൾ പറഞ്ഞത് പെൻഷൻ, നമ്മുടെ ശമ്പള പരിഷ്കരണത്തിലും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതിലും DA കൊടുക്കുന്നതിൻ്റെ ഫയലുകളിലും ഇത്തരം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുള്ള IASകാർക്കിടയിൽ ഉണ്ടായിട്ടുള്ള അമർഷവും ഈ മന്ത്രിമാർ സമ്മർദ്ദപ്പെടുത്തി ചെയ്യുന്നു എന്നൊരു തോന്നലും ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും കൂടിയാലോചിച്ച് മാത്രമേ ചെയ്യാൻ സാധ്യതയുള്ളൂ. അത് വലിയൊരു ഭരണ പ്രതിസന്ധിയിലേക്ക് കൂടി പോയാൽ തീർച്ചയായിട്ടും ശമ്പള പരിഷ്കരണ കാര്യങ്ങൾ നീളാനാണ് സാധ്യത. പക്ഷെ അങ്ങനെ വരാതിരിക്കട്ടെ. ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ ശമ്പള പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവും DAയും മറ്റെല്ലാം കൊടുക്കട്ടെ. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കട്ടെ. ഞങ്ങൾ ജനങ്ങളോടൊപ്പമുണ്ട്, സർക്കാരിനോടൊപ്പമാണ്, ജീവനക്കാരോടും.